ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റൈസുവേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ചിക്കനൊക്കെ ഇവിടെ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് ഒന്ന് ചതച്ചിട്ടുള്ളതാണ് കേട്ടോ. നന്നായിട്ടുള്ള പൊടിയല്ല, കുറച്ചൊന്നും ഇങ്ങനെ ചതച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നീട് ഇതിലേക്ക് ഒരല്പം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കോൺഫ്ലവറിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരല്പം ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തൈരും കൂടി ഞാനിതിൻ്റെ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കറിവേപ്പിലയാണ് ചേർക്കുന്നത്. ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. എന്നിട്ട് 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. ഇനി ഇതിന് ബിരിയാണിയുടെ റൈസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള അരി എടുത്തിട്ടുണ്ട്. 1 കിലോ അരിക്കുള്ള അളവാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അളവെല്ലാതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അരിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 20-30 മിനിറ്റ് നമ്മളിത് കുതിർക്കാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വെള്ളവും അതുപോലെ തന്നെ വെള്ളത്തിൽ നമ്മൾ മസാലകളും ഉപ്പും നെയ്യും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ്, ക്യാരറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ വിശദമായിട്ട് പറയണമെന്നൊന്നുമില്ല കേട്ടോ, കാരണം റൈസ് ഉണ്ടാക്കാനായിട്ട് ഒട്ടുമിക്ക എല്ലാവർക്കും ഇതറിയാം. അതുകൊണ്ട് ഞാൻ റൈസ് ഉണ്ടാക്കണെ പറ്റിയിട്ട് വിശദമായിട്ടൊന്നും ഇതിൽ പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ സമയത്തിൻ്റെ ഉള്ളിൽ അവിടെ സവോള കട്ടിങ്ങും തക്കാളിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ചോറൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് വേറൊരു അരിപ്പക്കൊട്ടയിലേക്ക് ഊറ്റി മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്കിതിലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ സവോളയും വറുത്തെടുക്കണം. അപ്പോൾ ഇതെവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവോളയൊക്കെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ ഓയിലിൽ തന്നെ നമ്മളുടെ ചിക്കനുകൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഇതെവിടെ ഓരോ ചിക്കൻ പീസുകളായി നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് പോവണ്ട, ഒരു മീഡിയം ലെവലിൽ നമുക്കിതൊന്ന് മൊരിപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതവിടെ ചിക്കനൊക്കെ നന്നായിട്ട് പാകത്തിന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാതും കോരി മാറ്റാം. ഇനി നമുക്കൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിൽ ഓയിൽ ഒഴിച്ചിട്ട് സവോള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ ഇതവിടെ സവോളയൊക്കെ പാകത്തിന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് വീണ്ടും ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതും കുറച്ചൊന്ന് വാടി വരണം. ഇപ്പോൾ ഇതേ ഇവിടെ നമ്മളുടെ തക്കാളി കൂടി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചതച്ചതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താൽ നമുക്കിത് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇപ്പോൾ ഇത് ഇവിടെ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ്റെ ഓയിൽ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നീട് ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന്
മിക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് തൈരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. തൈരും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് വീണ്ടും നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നീട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇത് ഇവിടത്തൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പിൻ്റെ അളവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയും പുതിനയും കൂടി അരിഞ്ഞതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതവിടെ മസാല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഭാഗം നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ബാക്കി ഭാഗം ആ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ദമ്മിടുന്നത്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ട് നമ്മളുടെ റൈസിലെ പകുതി ഭാഗം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് ഒപ്പമാക്കി എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നെയ്യ് ഉരുക്കിയതാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഒരല്പം ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല, ഫുഡ് കളറ്, പിന്നെ ഒരല്പം പൈനാപ്പിളിൻ്റെ എസൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവോളയും കൂടി ഫ്രൈ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ മല്ലിയും പുതിന അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് നമ്മളുടെ ചിക്കൻ്റെ മസാല നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നീക്കി കൊടുക്കണം കേട്ടോ. ഇനി ബാക്കി നമ്മൾ പകുതി ഭാഗം റൈസ് ഉണ്ടല്ലോ, ആ റൈസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ മെത്തേഡ് തന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുകയാണ്. ഇനി ഈ ഒരു ഭാഗം കൂടി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. എന്തെങ്കിലും വെയിറ്റുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിതിന് മീതെ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊരു 20-25 മിനിറ്റോളം നമ്മളിത് വളരെ ചെറിയ തീയിൽ നമുക്കിതൊന്ന് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ 20-25 മിനിറ്റിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊരു 1 മണിക്കൂറെങ്കിലും നമ്മളിത് പൊട്ടിക്കാതെ വെച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതെവിടെ ഞാനിതിങ്ങനെ മൂടി വെച്ചു 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഞാനിതിൻ്റെ ദമ്മ് പൊട്ടിക്കുകയാണ്. ഇപ്പോൾ ഇതെവിടെ നമ്മളുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഈ പാത്രത്തിൽ വെച്ചിട്ട് തന്നെ ഇത് മിക്സ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. കുറച്ച് ചെറിയതാണല്ലോ, അതിൽ മുഴുവനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതെവിടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത പ്രാവശ്യം മറ്റൊരു റെസിപ്പി ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.